സുപ്രഭാതം. കിതവസൂക്തം 10ാമത്തെ ഋക്ക് കഴിഞ്ഞ് 11ാമത്തെ ഋക്കിലേക്ക് പ്രവേശിക്കാം. 10ാമത്തെ ഋക്കിൽ രാത്രിയിൽ ധനം അന്വേഷിച്ചു പോകുന്ന മോഷ്ടാവിൻ്റെ വേഷമണിയാൻ ആഗ്രഹിക്കുന്ന കിതവനെയാണ് നമ്മൾ കണ്ടത്. ഇനി 11ാമത്തെ ഋക്കിൽ സ്ത്രിയം ദൃഷ്ട്വായ കിതവം തഥാപാന്യേഷാഞ്ജായാം സുകൃതഞ്ച യോനിം പൂർവാഹ്നെ അശ്വാന്യുയുജേഹി ബഭ്രൂന്ഥസോ അഗ്നേരന്തേ വൃഷല പപാദ. ഇതാണ് 11ാമത്തെ ഋക്ക്. അപ്പോ സ്ത്രിയം ദൃഷ്ട്വായ കിതവം തഥാപാന്യേഷാഞ്ജായാം സുകൃതഞ്ച യോനിം. പദച്ഛേദം നോക്കാം. സ്ത്രിയം ദൃഷ്ട്വായ കിതവം തഥാപ അന്യേഷാം ജായാം സുകൃതം ച യോനിം പൂർവാഹ്നെ അശ്വാൻ യുയുജേ ഹി ബഭ്രൂൻ സ അഗ്നേ അന്തേ വൃഷല പപാദ. ഇവിടെ പപാദ എന്ന ഒരു ക്രിയാരൂപമുണ്ട്. അതുപോലെ തതാപ എന്ന് മറ്റൊരു ക്രിയാരൂപം കൂടിയുണ്ട്. അന്വയം വരുന്നത് കിതവം അന്യേഷാം ജായാം സ്ത്രിയം സുകൃതം യോനിഞ്ച ദൃഷ്ട്വായ തതാപ പുനഃ പൂർവാഹ്നെ ബഭ്രൂൻ അശ്വാൻ യുയുജേ. യുയുജേ എന്നുള്ളതും ക്രിയാരൂപമാണ് കേട്ടോ. പുനശ്ച അത് ചേർക്കണതാണ്. വൃഷല സ അഗ്നേരന്തേ പപാദ. ഈ ഋക്ക് വളരെ സാധാരണ ഒരു കള്ളുകുടിയനോ ചൂതാട്ടക്കാരനോ ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ അവസ്ഥയെ ഭംഗിയായിട്ട് ഒരു കാവ്യാത്മകമായ ഭാഷയിലൂടെ അവതരിപ്പിക്കുന്ന ഋക്കാണ് ഇത്. നോക്കാം നമുക്ക്. കിതവം, ഈ കിതവം എന്നുള്ള വാക്ക് തന്നെ ഒരു കാവ്യാത്മകത ഉള്ളതാണ്. അത് കിതവ എന്നാണ് ഉപയോഗിക്കേണ്ടത്. കിതവം അന്യേഷാം ജായാം, അന്യേഷാം ജായാം, ജായാഭൂതാം സ്ത്രിയം, സ്ത്രിയം എന്ന് പറഞ്ഞാൽ നാരിയും, സുകൃതം സുഷ്ഠകൃതം യോനിം ഗൃഹഞ്ച ദൃഷ്ട്വായ, ദൃഷ്ട്വാ ദൃഷ്ട്വായ കണ്ടിട്ട് എന്നർത്ഥം. ദുഃഖിത അസ്മദ്ഗൃഹം മജ്ജായാച അസംസ്കൃതമിതി ജ്ഞാത്വാ തതാപ തപ്യത്തെ. കിതവഃ ഏവം തപ്യത്തെ. കിതവൻ ഇപ്രകാരം തപിക്കുന്നു. എന്താണ്? മറ്റുള്ളവരുടെ പത്നിമാരും അവരുടെ ഗൃഹങ്ങളും കണ്ടിട്ട് എൻ്റെ പത്നിയും എൻ്റെ വീടും ഇത്രയ്ക്ക് ശോചനീയമാണല്ലോ എന്നോർത്ത് ആ കിതവൻ തപിക്കുന്നു, ഉള്ളാലെ ചുടുന്നു. പക്ഷെ പൂർവാഹ്നെ, പൂർവാഹ്നെ പ്രാതഃകാലെ ബഭ്രൂൻ അശ്വാൻ, ബഭ്രൂൻ അശ്വാൻ എന്നത് ഇവിടെ സൂചിപ്പിക്കുന്നത് അശ്വം എന്ന വാക്ക് തന്നെ ഒരു സിമിലിയാണ്. അശ്വൻ എന്നുള്ളത് അക്ഷ എന്നുള്ള അർത്ഥത്തിലാണ്. ബഭ്രുവർണ്ണത്തിലുള്ള അക്ഷങ്ങളെ, കുതിരകളെ പോലെ വേഗത്തിൽ ഓടുന്ന ആ അക്ഷങ്ങളെ യുയുജെ, യുനക്തി വീണ്ടും ഉപയോഗിക്കുന്നു. പുനശ്ച വീണ്ടും വൃഷലസ രാത്രൗ അഗ്നേരന്തേ പപാദ. രാത്രിയിലാകട്ടെ ആ കിതവൻ വീണ്ടും തണുത്ത് വിറച്ച് എവിടെങ്കിലും തീ കത്തിക്കുന്നിടത്ത് പോയി കിടന്നുറങ്ങുന്നു എന്നാണ് ഈ ഋക്കിൽ സൂചിപ്പിക്കുന്നത്. അപ്പോ മറ്റുള്ളവരുടെ പത്നിമാരെയും, കിതവൻ മറ്റുള്ളവരുടെ പത്നിമാരെയും ഗൃഹങ്ങളെയും കണ്ട് ദുഃഖാർത്തനായി തപിക്കുന്നു. പക്ഷേ പ്രഭാതത്തിൽ വീണ്ടും
ബഭ്രുവർണ്ണങ്ങളായ തവിട്ടു നിറത്തിലുള്ള അക്ഷങ്ങളുടെ പിന്നാലെ ഓടുന്നു. രാത്രിയിൽ ശീതാർത്തനായി തീ കായുന്നിടത്ത് പോയി കിടന്നുറങ്ങുന്നു. ഇതാണ് കിതവന്റെ അവസ്ഥ എന്ന് ഈ ഋക്കിലൂടെ സൂചിപ്പിക്കുന്നു. ഞാനിവിടെ ഓരോ വാക്കുകളുടെയും അർത്ഥം ഏകദേശം പറഞ്ഞു. ഇനി ഞാൻ ഭാവാർത്ഥം കൂടി ഒന്ന് പറയാം. കിതവ സ്വവ്യതിരിക്താനാം പുരുഷാണാം ജായാഭൂതാം നാരീം സുഖേന വർത്തമാനാം സുഷ്ഠുകൃതം ഗൃഹഞ്ച യോനിം എന്നുള്ള വാക്കിന് ഗൃഹം എന്നാണ് കേട്ടോ അർത്ഥം. ഗൃഹഞ്ച ദൃഷ്ട്വാ മജ്ജായ ദുഃഖിത മദ്ഗൃഹം അസംസ്കൃതം ച ഇതി ജ്ഞാത്വാ തപ്യത്തെ. പുനശ്ച പ്രാതഃകാലേ ബഭ്രുവർണ്ണാൻ വ്യാപകാൻ അക്ഷാൻ യുനക്തി. പുനശ്ച വൃഷലകർമാ സഃ കിതവഃ രാത്രൗ അഗ്നേഃ സമീപേ ശീതാർത്തസൻ ശേതേ. ഇതാണ് അതിന്റെ ഭാവാർത്ഥം വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 11-ാമത്തെ ഋക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു.